ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ പോയപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്ത ഒരു ഫ്ലാറ്റ്, ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് സൂര്യമാധവം എന്നാണ്. അതിൽ തന്നെ 3-4 ബ്ലോക്ക് ഉണ്ട്. താളം, മേളം അങ്ങനെ പറഞ്ഞ ഓരോ ബ്ലോക്ക് ഉണ്ട്. അപ്പം ഞങ്ങൾ താളം എന്ന് പറഞ്ഞ ബ്ലോക്കിൽ B1 അതിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പതിയെ കാണിക്കാം. അപ്പം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള വലിയ പ്രൈസ് ഒന്നുമില്ല. ചെറിയ ചുരുങ്ങിയ ചിലവിൽ നമുക്കിവിടെ താമസിക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. ഇതുപോലെ 4 പേർക്ക് സുഖമായിട്ട് അവിടെ നിൽക്കാം. അപ്പം ഞങ്ങളിത് രാജേഷ് BK എന്ന് പറഞ്ഞ B1 എന്ന ആ ഒരു റൂമിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ 2nd ഫ്ലോറിലാണ്. അപ്പം 2nd ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞത് ഈ 2ാമത്തെ റൂം തന്നെയാണ് ഞങ്ങളുടേത്. ബ്ലോക്ക് 3. ഇതാണ് ഞങ്ങളുടെ റൂം വരുന്നത്. അതായത് ഒരു ഹാളുണ്ട്, അതിൽ തന്നെ ഒരു ബെഡ് ഉണ്ട്, പിന്നെ AC ഉണ്ട്, ഫ്രിഡ്ജ്, TV, ഒരു ചെറിയ ടേബിൾ, ഒരു ചെറിയ ടീപ്പോയ്, അങ്ങനെ എല്ലാം ഉണ്ട് ഇതിൽ. നല്ല 4 പേർക്ക് നല്ല സുഖമായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നമുക്ക് നിൽക്കാൻ പറ്റും. 2 ബാൽക്കണി വരുന്നുണ്ട്, ഒരു ചെറിയ കിച്ചൺ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹാളിൽ നിന്നുള്ള ഒരു ചെറിയ ബാൽക്കണി വ്യൂ. അപ്പോൾ അപ്പുറത്തൊക്കെ ഇതുപോലെ കുറേ സെക്ഷൻസ് ഉണ്ട്. ഇവിടെ ഏറ്റൊരു ബാത്റൂം, കോമൺ ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് മെൻഷൻ ചെയ്യാം. ആളുടെ നമ്പറും ഞാനിതിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഗുരുവായൂർ പോകുന്നവർ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇതുപോലെ അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ റൂംസ് അവൈലബിൾ ആണ്. ഇതാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ചെറിയൊരു കിച്ചൺ ഏരിയ ഇതിൻ്റെ സൈഡിലുണ്ട്. അതിൽ വെള്ളം, കെറ്റിൽ എല്ലാം ഉണ്ട്. നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാം. അപ്പം ഇത്രയേ ഉള്ളത് വീഡിയോ. ബൈ.